വചനസാരം വചനസാരം. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഗവൺമെന്റിന് ടാക്സ് പേ ചെയ്യുന്ന സമ്പ്രദായം 3000 BC മുതൽ ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഈശോയുടെ കാലഘട്ടത്തിലും പലതരത്തിലുള്ള ടാക്സ് ഉണ്ടായിരുന്നു. റോമൻ എംപയറിന് വേണ്ടി അത് പിരിക്കുന്ന ടാക്സ് കളക്ടേഴ്സും ഉണ്ടായിരുന്നു. ഈ ടാക്സ് കളക്ടേഴ്സിന് പ്രത്യേകിച്ച് സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല. അവരോട് റോമൻ ഗവൺമെന്റ് നിർദ്ദേശിച്ചിരുന്നത് ഒരു വ്യക്തിയിൽ നിന്നും പിരിക്കേണ്ട ടാക്സിൽ നിന്നും കൂടുതലായി പിരിച്ച്, അല്ലെങ്കിൽ ഓരോ വ്യക്തിയിൽ നിന്നും അളവിൽ കൂടുതൽ ടാക്സ് പിരിച്ച് അതിൽ നിന്നും സാലറി കണ്ടെത്തിക്കൊള്ളുവാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒട്ടുമിക്ക ടാക്സ് കളക്ടേഴ്സും ഈ സിസ്റ്റം മിസ്യൂസ് ചെയ്ത് വളരെയധികം ടാക്സ് പിരിക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇങ്ങനെ അളവിൽ കൂടുതൽ ടാക്സ് പിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരൊക്കെ വളരെ സമ്പന്നരായിരുന്നു. ഇത്രയും പൈസ സമ്പാദിക്കുന്ന വളരെ സമ്പന്നനായ ടാക്സ് കളക്ടർ ലേവിയെ തന്നെ അനുഗമിക്കുവാനായിട്ട് ഈശോ വിളിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. സുവിശേഷത്തിൽ ചുങ്കം പിരിക്കുന്ന സ്ഥലത്തിരിക്കുന്ന ലേവിയോട് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നതും ലേവി ഈശോയുടെ പിന്നാലെ പോകുന്നതും മാത്രമാണ് നാം കാണുന്നത്. ദ ചോസൻ എന്ന സിനിമയിൽ ലേവിയെ വിളിക്കുന്ന ഈ ഒരു രംഗം വളരെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഈശോയും ശിഷ്യരും നടന്നു പോകുന്നു. ടാക്സ് ബൂത്തിലിരിക്കുന്ന ലേവി അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ ഉടക്കുന്നു. ഈശോ ലേവിയോട് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു. ഈശോ ലേവിയോട് എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ മറ്റു ശിഷ്യന്മാർ ഈശോയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ ടാക്സ് കളക്ടറാണ്, അവൻ കള്ളനാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈശോ അതൊന്നും കണക്കിലെടുക്കുന്നില്ല. ടാക്സ് ബൂത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലേവിയോടും അവന്റെ ഗാർഡ് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ എന്താണ് ചെയ്യുന്നത് എന്ന് നിനക്ക് ധാരണയുണ്ടോ? നീ ജീവിക്കുന്നത് പോലെ ഒരു യഹൂദനും ഇന്ന് ഇവിടെ ജീവിക്കുന്നില്ല. ഇത്രയും നല്ല ജോലി വിട്ട്, ഈ സൗഭാഗ്യങ്ങളും സമ്പന്നതയും ഒക്കെ വിട്ട് തെരുവിൽ പഠിപ്പിക്കുന്ന ഇവന്റെ പിന്നാലെ നീ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൻ്റെ എല്ലാവിധ സമ്പത്തും സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് ലേവി ഈശോയെ അനുഗമിക്കുന്നു. തൻ്റെ ഈ സമ്പത്തിനേക്കാളും സൗഭാഗ്യങ്ങളെക്കാളുമൊക്കെ വിലമതിക്കുന്ന എന്തോ ഒന്ന് അവൻ യേശുവിൽ കണ്ടതുകൊണ്ടാണ് അവൻ്റെ ഈ സമ്പത്തൊക്കെ വിട്ട് യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ അവൻ തയ്യാറാവുന്നത്. അവൻ അതെല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോയപ്പോൾ നാം ഇന്നും പേര് കേൾക്കുന്ന, ലോകം എമ്പാടും അറിയുന്ന 4 സുവിശേഷകന്മാരിൽ ഒരാളാകുവാൻ ലേവിക്ക് സാധിച്ചു. സ്നേഹം നിറഞ്ഞവരെ, ഈശോയ്ക്ക് വേണ്ടി ചിലതൊക്കെ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതവും ഇങ്ങനെ മാറി മറിയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ ചില ദുശ്ശീലങ്ങൾ, ചില തിന്മ നിറഞ്ഞ കൂട്ടുകെട്ടുകൾ, അങ്ങനെ ഈശോയ്ക്ക് വേണ്ടാത്തതൊക്കെ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആവശ്യമില്ലാത്തതൊക്കെ വിട്ടു ഉപേക്ഷിച്ചുകൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.